ഹായ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ബോട്ട് യാത്രയാണ്. ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി നമ്മളുടെ ഭാരതപ്പുഴയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ഭാഗം ചമ്രവട്ടം പാലമൊക്കെ ആ ഭാഗത്താണ് വരുന്നത്. കർമ്മ റോഡാണ് എൻ്റെ ഈ ബാക്ക് സൈഡിൽ ഈ ഭാഗത്ത് വരുന്നത്. വളരെ നല്ല എന്താ പറയുക, അടിപൊളി ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരും കൂടിയുള്ളൊരു യാത്രയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു യാത്ര ആസ്വദിക്കുന്നത് സുൽത്താൻ ബോട്ട് സർവീസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കും ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ രീതികളും അതുപോലെ തന്നെ യാത്രാ ചെലവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ഭാരതപ്പുഴയിൽ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രകൃതിയുടെ സൗന്ദര്യം, ഈ ഒരു വെള്ളത്തിലുള്ള യാത്രയൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഒരു 8 മണിക്കാണ് ഞങ്ങൾ പോവാൻ തീരുമാനിച്ചിരുന്നത്. രാവിലെ തന്നെ ഒരു ടോപ്പ് കോമഡി എന്താണെന്ന് വെച്ചാൽ, പോകാൻ വേണ്ടി വന്ന ഞങ്ങളുടെ ഒരു വണ്ടിയുടെ ടയർ പഞ്ചറായി. പിന്നെ ടൂറൊക്കെ പോകാനുള്ള ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വളരെ പെട്ടെന്ന് എല്ലാവരും കൂടി സഹകരിച്ച് ആ ടയർ മാറ്റലും പഞ്ചറടക്കലും അങ്ങനെ എല്ലാം കൂടി വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഇയാൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ നൗഷാദ് മാഷിന്. പിന്നെ ഉപ്പുണ്ട് കൂടെ, ഉപ്പ ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ടയറൊക്കെ മാറ്റി എല്ലാം റെഡിയാക്കി യാത്ര ഞങ്ങൾ പുറപ്പെട്ടു. അധികം ഒന്നും വൈകിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് ചമ്രവട്ടം പാലത്തിൻ്റെ മുകളിലൂടെയാണ്. ചമ്രവട്ടം പാലം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് സൈഡാക്കി എല്ലാവരും ഒപ്പം എത്തുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ 5-7 വണ്ടികളുണ്ട്. 10 മണിക്ക് തന്നെ ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ പൊന്നാനി ഫിഷിംഗ് ഹാർബറാണ്. ഫിഷിംഗ് ഹാർബറിൻ്റെ ഗേറ്റ് കടന്നാൽ ഫസ്റ്റ് കാണുന്ന വലത്തോട്ടുള്ള റൂട്ടിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഇവിടെ തന്നെയാണ് ജങ്കാർ സർവീസും ഉള്ളത്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു കാറിന് 40 രൂപ വെച്ച് ഫീസ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാൻ. ഞങ്ങളവിടെ ചെന്നിറങ്ങി ബോട്ടിൽ കയറുന്നതിന് മുന്നേ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. മീൻ പിടിക്കാൻ പോകുന്നതിനുള്ള മുന്നൊരുക്കം, അതുപോലെ തന്നെ ഒരുപാട് തോണികൾ, ബോട്ടുകൾ, ഫിഷിംഗ് ഹാർബറുമായി ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ കാണാൻ പറ്റി. അപ്പോഴാണ് ജങ്കാർ വണ്ടികളൊക്കെ കൊണ്ടിങ്ങനെ വരുന്നത്. പൊന്നാനി ജങ്കാർ സർവീസിൻ്റെ ഒരു ഹബ്ബ് ഇവിടെയാണ്, ഇങ്ങോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നിറയെ വണ്ടികളുമായിട്ടാണ് ജങ്കാർ വരുന്നത്. അപ്പോൾ ആ ഒരു വന്ന് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. ഞങ്ങൾ ബോട്ടിലേക്ക് കയറിയിട്ടില്ല, കയറാൻ വേണ്ടി നിൽക്കുകയാണ്. 10 മണിയാണ് ഞങ്ങളോട് സമയം പറഞ്ഞത്. 10 മണി മുതൽ 2 മണി വരെയാണ് ഞങ്ങൾ സമയം എടുത്തിട്ടുള്ളത്, 4 മണിക്കൂർ. അപ്പോൾ ബോട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് കണ്ടപ്പം എല്ലാവരും നോക്കി നിന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ബോട്ടിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. കാരണം ഓരോരുത്തരെയും പരിചയപ്പെടുത്തുക എന്നുള്ള കുറേ സമയം എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഒറ്റവാക്കിൽ പറയാം. ഒറ്റവാക്കിൽ എന്താ പറയാമെന്നിപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഏതായാലും എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എൻ്റെ എന്താ പറയുക, പ്രിയപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. അല്ലെങ്കിൽ അതുക്കും മേലെ നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ മനസ്സിൽ വരുന്നത് അതൊക്കെയാണ് ഇവർ. എല്ലാവരും എനിക്ക് വളരെ അതുക്കും മേലെയാണ്. ആ വർണ്ണക്കൊടികൾ പാറുന്ന അവിടെയാണ് ബോട്ട് നിർത്തിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് അലിക്ക, സുൽത്താൻ ബോട്ട് സർവീസിൻ്റെ ഓണറാണ്.
യെസ് യെസ്. ഞാനൊന്ന് എടുക്കട്ടെ. പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയാണ് മറ്റേ മൈദ പൊടിയിടില്ല.
ഇത്രയും നേരം നമ്മൾ കറങ്ങിയത് കർമ്മ റോഡിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ചമ്രവട്ടം പാലത്തിൻ്റെ ആ ഒരു ഭാഗം, അഴിമുഖം, ഇത്രയും ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കറങ്ങി കണ്ടത്. അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മീൻ ബിരിയാണിയാണ്. മീൻ ബിരിയാണി ബോട്ടിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ബോട്ട് ഇവിടെ നിർത്തുന്നത്. പ്ലേറ്റ്, ഗ്ലാസ്, മറ്റ് സംവിധാനങ്ങളൊക്കെ ബോട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി ചെമ്പ് എത്തി. നമുക്ക് ബിരിയാണി ചെമ്പിൻ്റെ കൂടെ തന്നെ പോവാം. ബിരിയാണി ചെമ്പ് ടേബിളിൽ എത്തി. നമ്മൾ എടുത്തിട്ടുള്ള 4 മണിക്കൂറിൻ്റെ പാക്കേജിൽ ഈ ഭക്ഷണം ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ അവർ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വെറുംചോറ്, അതിലേക്കൊരു ഉപ്പേരി, മീൻകറി, പപ്പടം, മീൻ പൊരിച്ചത്, തൈര്, ബിരിയാണി, ബിരിയാണിയിലേക്കുള്ള അയക്കൂറ മസാല. അയക്കൂറ ബിരിയാണിയാണ്. ഇതിലുണ്ട് അയക്കൂറ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മസാലയായിട്ടും ഇവിടെയും ഉണ്ട് അയക്കൂറ. വയറ് നിറയെ അയക്കൂറ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ യാത്രയിൽ എന്ത് ഭക്ഷണമാണോ വേണ്ടത് അത് അവർ റെഡിയാക്കി തരും. നമ്മൾ ഫിഷ് ബിരിയാണി പറഞ്ഞുകൊണ്ടാണ് അവർ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി രാവിലെ പൊറാട്ടയും ബീഫും വേണമെങ്കിൽ അത്, പൊറാട്ടയും കോഴിയും വേണമെങ്കിൽ അത്, എന്താണോ നമുക്ക് ആവശ്യമുള്ള ഫുഡ് അതെല്ലാം അവർ റെഡിയാക്കുന്നുണ്ട്. ഇനി ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ അതിലേക്കുള്ള കേക്ക് കാര്യങ്ങളെല്ലാം അവർ ഇവിടെ നമുക്ക് റെഡിയാക്കി തരും. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വയറ് നിറയെ മീനാണ്. ഇതിലിപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫിഷ് ബിരിയാണിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ സാദാ ചോറും അതിലേക്കൊരു കറിയും അതിലേക്കൊരു ഉപ്പേരിയും പപ്പടവും മീൻ പൊരിച്ചതും, അതും അയക്കൂറ തന്നെയാണ്. അയക്കൂറ കൊണ്ടൊരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവർ വിളമ്പുമ്പോൾ തന്നെ 2 പീസ് വെച്ച്, നല്ല വലിയ 2 പീസ് വെച്ച് തന്നെ വിളമ്പുന്നുണ്ട്. നമുക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ബിരിയാണിയും മീനും ഒക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. പൊതുവെ യാത്രയിൽ ഞാൻ വളരെ കുറച്ച് മാത്രം കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെറും 5-6 മീനും 3-4 തവണ ചോറും ഇട്ട് തിന്നിട്ടേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ തിന്ന ഒരുപാട് ആളുകളുണ്ട്. ഭക്ഷണം കഴിച്ചാൽ പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ടോയ്ലറ്റ്. അതും നല്ല വൃത്തിയുള്ള രീതിയിൽ അവർ അതിൻ്റെ അകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അഭിപ്രായമാണ് ഭക്ഷണത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത്. ഇവരുടെ ഭക്ഷണം മാത്രമല്ല ഇവരുടെ സർവീസും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിലെ സ്റ്റാഫിൻ്റെ പെരുമാറ്റ രീതി, അതുപോലെ തന്നെ അതിലെ അവരുടെ ഒരു ശ്രദ്ധ എല്ലാം വളരെ ഓക്കെയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് അവരുടെ അടുത്ത് നമുക്ക് കിട്ടിയത്. ചെറിയ ചിലവിൽ കുടുംബവുമൊത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ബോട്ട് യാത്ര ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് പൊന്നാനി ഫിഷിംഗ് ഹാർബറിനോട് ചേർന്ന് നടത്തുന്ന ഈ ഒരു സുൽത്താൻ ബോട്ട് സർവീസ്. ഞങ്ങളിതാ തിരിച്ച് കരയോട് അടുക്കുകയാണ്. ഞങ്ങളുടെ സമയം ഏതാണ്ട് തീരാനായിട്ടുണ്ട്. ഇവർ ജനറൽ സർവീസുമുണ്ട്. എല്ലാ ദിവസവും 3 മണി മുതൽ രാത്രി 8 മണി വരെ 1 മണിക്കൂറിന് ഒരാൾക്ക് 100 രൂപ തോതിൽ ചാർജ് ഈടാക്കിക്കൊണ്ടുള്ള സർവീസ് ഉണ്ട്. അതിൽ ഭക്ഷണമൊന്നുമില്ല. പിന്നെ ഫാമിലി പാക്കേജുകൾ ഒരുപാടുണ്ട്. 1 മണിക്കൂറിന് 2000 രൂപയുടേതുണ്ട്. അതിൽ 50 പേർക്ക് വരെ പങ്കെടുക്കാം. അതിൽ ഭക്ഷണം ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ 4 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ നമുക്ക് എടുക്കാം. അതോടൊപ്പം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്യാം. അതിനനുസരിച്ചൊക്കെ റേറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഞങ്ങൾ 4 മണിക്കൂർ വിത്ത് ഫിഷ് ബിരിയാണി, ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള പാക്കേജ്. കുട്ടികളടക്കം 55 ആളുകളാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. അതിൽ 6 വയസ്സിന് മുകളിലുള്ളത് 43 ആളുകളാണ്. ആ ഒരു തോത് വെച്ച് നോക്കുമ്പോൾ
ഞങ്ങൾ വന്നിട്ടുള്ള ഓരോരുത്തർക്കും പെർ ഹെഡ് 300 രൂപയോളമാണ് ചിലവ് വന്നത്. യാത്ര കഴിഞ്ഞ് ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു യാത്ര നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുൽത്താൻ ബോട്ട് സർവീസിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്യേണ്ട നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ചമ്രവട്ടം പാലം വഴിയാണ്. ഇപ്പോൾ തിരിച്ചു പോകുന്നത് ജങ്കാറിലാണ് ഇപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ കാറൊക്കെ ഉള്ളത്. ഒരു വെടിക്ക് 2 പക്ഷിയെ കിട്ടിയൊരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇവിടെ വന്നപ്പോൾ സുൽത്താൻ ബോട്ട് സർവീസിൽ നല്ല ഒരു ബോട്ട് യാത്ര ആസ്വദിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾക്കും ഞങ്ങളുടെ വണ്ടികൾക്കും ഒരു ജങ്കാർ സർവീസ്, ജങ്കാറിലുള്ള യാത്രയും ആസ്വദിക്കാൻ പറ്റി. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും നൽകുക. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.